കഴിഞ്ഞ വീഡിയോയിൽ ഓപ്സിൻ്റെ കോൺസെപ്റ്റുകൾ, ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇത്രയും നമ്മൾ കവർ ചെയ്യാം. അപ്പോൾ എന്താണ് ഡാറ്റ എൻക്യാപ്സുലേഷൻ? ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റേനെയും ഡാറ്റയുടെ ഫങ്ഷൻസും ഇതെല്ലാം ഒരു സിംഗിൾ യൂണിറ്റായി ബൈൻഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ റാപ്പ് ചെയ്ത് വയ്ക്കുക. അതിനെയാണ് ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. എൻക്യാപ്സുലേഷൻ ഈസ് ആൻ OOP concept that binds together the data and functions that manipulate the data and keep both data and functions safe from outside interferences and misuse. അതായത് നമ്മളുടെ ഡാറ്റേനെയും ഫങ്ഷനെയും ഒന്നായി ബൈൻഡ് ചെയ്ത് അതിനെ ഔട്ട്സൈഡിൽ നിന്നും സേഫായിട്ട് വയ്ക്കും. ആക്സസ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ സേഫായിട്ട് വയ്ക്കും. അങ്ങനെ സേഫാക്കി വയ്ക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് പ്രൈവറ്റ്, എന്താണ് പ്രൊട്ടക്റ്റഡ്, എന്താണ് പബ്ലിക്. അപ്പോൾ എൻക്യാപ്സുലേഷനിൽ നമുക്ക് കുറച്ച് ആക്സസ് സ്പെസിഫയേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഡാറ്റേനെ എൻക്യാപ്സുലേറ്റ് ചെയ്ത് വയ്ക്കും എന്ന് പറഞ്ഞു, അതായത് ബൈൻഡ് ചെയ്ത് വയ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ബൈൻഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് തന്നെ തീരുമാനിക്കാം ആ ഡാറ്റേനെ ആരൊക്കെ ആക്സസ് ചെയ്യണം, പ്രൈവറ്റ് ആക്കണോ പബ്ലിക് ആക്കണോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആക്സസ് മോഡിഫയേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്. ഈ മൂന്നെണ്ണമാണ് ആക്സസ് സ്പെസിഫയേഴ്സ്. അതിൽ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഡാറ്റയും ഫങ്ഷനും പബ്ലിക്കായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റേനെയും ഫങ്ഷൻസിനെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പബ്ലിക്കിൻ്റെ പ്രത്യേകത. ഇനി പ്രൈവറ്റ് ആയിട്ടാണ് വയ്ക്കുന്നതെങ്കിലോ, പ്രൈവറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഡാറ്റേനെയോ ഫങ്ഷനെയോ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെക്കുന്നെങ്കിലോ, പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെക്കുന്നെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്താണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന്. അപ്പോൾ ഡാറ്റയും ഫങ്ഷനും പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിൻ്റെ ചൈൽഡ് ക്ലാസ്സുകൾക്ക് മാത്രമേ ഈ ഒരു ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. പബ്ലിക് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ഉണ്ടാവും. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ആക്സസ് ഉണ്ടാവില്ല. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിനെയാണോ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ചൈൽഡ് ക്ലാസ്സിന് മാത്രമേ ഡാറ്റേനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് എൻക്യാപ്സുലേഷനിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ആണ് മോഡുലാരിറ്റി. മോഡുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾസൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ എന്താ, വലിയൊരു സോഫ്റ്റ്വെയറിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു മൊഡ്യൂൾസ് ആക്കണം. എന്നിട്ട് അതെല്ലാതും നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതാണ് മൊഡ്യൂളറൈസേഷൻ എന്നൊക്കെ വേണ്ടി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മോഡുലാരിറ്റി എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് തന്നെയാണ്. മോഡുലാരിറ്റി ഈസ് എ കോൺസെപ്റ്റ് ത്രൂ വിച്ച് എ പ്രോഗ്രാം ഈസ് പാർട്ടീഷൻഡ് ഇൻടു മൊഡ്യൂൾസ് ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആൻഡ് റിട്ടൺ ഓൺ ദെയർ ഓൺ വിത്ത് നോ കൺസിഡറേഷൻ ഓഫ് എനി അതർ മൊഡ്യൂൾ. ഒരു വലിയൊരു പ്രോഗ്രാമിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് സ്മോൾ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് മോഡുലാരിറ്റി. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് എന്താണെന്നൊക്കെ പഠിച്ചല്ലോ. ക്ലാസ്സിൽ എന്താ ഉള്ളത്, ഡാറ്റയുടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. ആ ഒരു ക്ലാസ്സിന് ഇപ്പോൾ ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണമെങ്കിൽ കുറേ ചൈൽഡ് ക്ലാസ്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ക്ലാസ് ഉണ്ടാക്കി, എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കി. ആ ക്ലാസ്സിന് എനിക്ക് വേണമെങ്കിൽ എനിക്ക് അതിൽ നിന്നൊരു ബി ക്ലാസ്സിനെ അതിൻ്റെ ചൈൽഡ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണോ ഈ ചൈൽഡ്, ഈ ചൈൽഡിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, എ എന്ന് പറയുന്ന ക്ലാസ്സാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ക്ലാസ്, അതാണ് പാരൻ്റ് ക്ലാസ്. ആ എ എന്ന് പറയുന്ന പാരൻ്റ് ക്ലാസ്സിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ്സിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുക, ബി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിന് എ എന്ന് പറയുന്ന പാരൻ്റ് ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഫങ്ഷനാലിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാരൻസിൽ നിന്നാണ് നമ്മളുണ്ടായത്.
അപ്പോൾ പാരൻസിൽ നിന്ന് നമ്മളുണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാരൻസിൻ്റെ കുറേ ബിഹേവിയറും പ്രോപ്പർട്ടീസൊക്കെ അക്വയർ ചെയ്യുന്നില്ലേ. നമുക്ക് അവരുടെ മുടി കിട്ടുന്നുണ്ട്, കണ്ണ് കിട്ടുന്നുണ്ട്, കളർ കിട്ടുന്നുണ്ട്, മുഖച്ചായ കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ അവരിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഒരു ചൈൽഡ് ക്ലാസ് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അക്വയർ ചെയ്തുകൊണ്ട് ക്രിയേറ്റഡ് ആവണം. അപ്പോൾ അതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ്, ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്വയർഡ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഏത് ക്ലാസ്സിൽ നിന്നാണോ അക്വയർ ചെയ്തത് അത് പാരൻറ്റ് ക്ലാസ്സും, ഏത് ക്ലാസ്സാണോ ഉണ്ടായത് അതിനെ ചൈൽഡ് ക്ലാസ്സും എന്ന് പറയും. ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. ഇവിടെ ഫിഗർ 2.10 ഒരു ഇൻഹെറിറ്റൻസ് തന്നിട്ടുണ്ട്. ആദ്യം വെഹിക്കിൾ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. അതിൽ നിന്ന് ലാൻഡ് വെഹിക്കിളും വാട്ടർ വെഹിക്കിളും 2 ചൈൽഡുകളെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, ലാൻഡ് വെഹിക്കിളിൽ നിന്ന് 3 ക്ലാസ്സുകളെ വേറെ ഡിറൈവ് ചെയ്തു. അത് കാറ്, ട്രക്ക്, പിന്നെ ഹോവർ ക്രാഫ്റ്റ്. പിന്നെ വാട്ടർ വെഹിക്കിളിൽ നിന്നും 2 ഡിറൈവ് ചെയ്തു. അത് ഹോവർ ക്രാഫ്റ്റും അതുപോലെ ബോട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഒരു ക്ലാസ്സിൽ നിന്ന് ഒരൊറ്റ ചൈൽഡിനെ മാത്രം എടുക്കാം, ഒരു ക്ലാസ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ചൈൽഡിനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ക്ലാസ്സുകളിൽ നിന്ന് ഒരൊറ്റ ചൈൽഡിനെ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഇനി നെക്സ്റ്റ് പറയണത്. ഫിഗർ 2.12 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 5 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാനുണ്ട്. ഈ 5ഉം നിങ്ങൾ ഡയഗ്രാം വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ 5 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, 1 സിംഗിൾ ഇൻഹെറിറ്റൻസ്, പിന്നെ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇത്രയും ഇൻഹെറിറ്റൻസ് ആണുള്ളത്. അതിൽ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ബേസ് ക്ലാസ്, അത് എ ആണ്. ആ എയിൽ നിന്ന് ഒരു സിംഗിൾ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിനെ മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അവിടെ ഒരു പാരൻറ്റ് ക്ലാസ്സും ഒരു ചൈൽഡ് ക്ലാസ്സും അല്ലെങ്കിൽ ഒരു പാരൻറ്റ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ആണ് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. അവിടെ എന്താ, ഒരു പാരൻറ്റ് ക്ലാസ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ചൈൽഡ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് എ എന്ന് പറയുന്നതാണ് പാരൻറ്റ് ക്ലാസ്. അതിൽ നിന്ന് ബിയും സിയും നമ്മൾ എയിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യുന്നു. അതാണ് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പാരൻസിൽ നിന്ന് ഒരൊറ്റ ചൈൽഡ് ക്ലാസ്സിനെ മാത്രം ഡിറൈവ് ചെയ്യുന്നു. ഇവിടെ എയും ബിയും പാരൻറ്റ് ക്ലാസ് ആണ്. ആ എന്നും ബിന്നും ഒരുമിച്ച് സി എന്ന് പറയുന്ന വേറൊരു ചൈൽഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ആദ്യം ഒരു പാരൻറ്റ് ക്ലാസ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മളൊരു ചൈൽഡ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യും, അതിൽ നിന്ന് വീണ്ടും നമ്മളൊരു ചൈൽഡ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യും. അതാണ് മൾട്ടി ലെവൽ. ഇനി നെക്സ്റ്റ് ആണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇൻഹെറിറ്റൻസ് നമ്മൾ കമ്പൈൻ ചെയ്തിരുന്നതാണ് ഹൈബ്രിഡ്. അതായത് ആദ്യം എയിൽ നിന്ന് ബിയും സിയും ഡിറൈവ് ചെയ്തു. അതെന്താ, ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ആണ്. എന്നിട്ട് ബിയിൽ നിന്ന് ഡി മാത്രം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു അല്ലേ. അത് നമ്മൾ ആ ഒരു ഹൈറാർക്കിയിൽ നിന്ന് നമ്മൾ വേറൊരു ഡി എന്ന് പറയുന്ന ചൈൽഡിനെ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. ഒരു മൾട്ടി ലെവൽ അപ്രോച്ചാണ് അവിടെ കാണുന്നത്. അപ്പോൾ മൾട്ടി ലെവലും അതുപോലെ തന്നെ ഹൈറാർക്കിയിലും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഇൻഹെറിറ്റൻസിൽ ഒരു ക്ലാസ് ഡിറൈവ് ചെയ്യാനായിട്ടുള്ള സിൻടാക്സ് ആണ് തന്നിട്ടുള്ളത്. ക്ലാസ്, അതായത് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുക. ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്, ഏത് ക്ലാസ് ആണോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ആ ക്ലാസ്സിൻ്റെ പേര്. ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്, ഒരു കോളൻ, പിന്നെ ആക്സസ് സ്പെസിഫയർ ഉണ്ടെങ്കിൽ അത് പറയാം, പബ്ലിക്കോ പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡോ അത് വയ്ക്കുക. പിന്നെ ബേസ് ക്ലാസ്, ഏത് ക്ലാസ്സിൽ നിന്നാണോ ഡിറൈവ് ചെയ്യണം അതാണ് ബേസ് ക്ലാസ്. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്താണോ ഫങ്ഷൻസും മെമ്പർ ഫങ്ഷൻസും മെമ്പേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതുക, ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് ഡിറൈവ്ഡ് ക്ലാസ്
ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് കോളൻ ഒരു ആക്സസ് സ്പെസിഫയർ ബേസ് ക്ലാസ്, ഇങ്ങനെയാണ് ഒരു ഡിറൈവ്ഡ് ക്ലാസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് കോൺസെപ്റ്റാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ കഴിവുകളില്ലേ, അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുക. ദ എബിലിറ്റി ടു ഡു മോർ ദാൻ വൺ ഫോം, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ ഒബ്ജക്റ്റ് തന്നെ ചെയ്യുക, അതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ പോളിമോർഫിസം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Polymorphism can be defined as the ability to express different forms. ഡിഫറൻസ് ഫോംസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി, അതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇനി പോളിമോർഫിസം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കമ്പൈൽ ടൈം പോളിമോർഫിസം, 2 റൺ ടൈം പോളിമോർഫിസം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 2 ടൈപ്പ് ഓഫ് പോളിമോർഫിസം, കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. ആ പേരുകളും പഠിക്കാം കേട്ടോ, ബ്രാക്കറ്റിലുള്ള. കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് പറയുന്നൊരു പേരാണ് ഏർലി ബൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് പറയും. ഏർലി ബൈൻഡിങ് അഥവാ സ്റ്റാറ്റിക് പോളിമോർഫിസം. എന്താണ് ഏർലി ബൈൻഡിങ് എന്ന് എക്സാമിന് ചോദിക്കും 1 വേർഡ്. അപ്പോൾ അതെന്താ, കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ്. അപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് പറയുന്ന പേര്, മറ്റൊരു പേര് ഏർലി ബൈൻഡിങ്ങും അതുപോലെ തന്നെ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്നും കൂടെ പറയും. ഇനി റൺ ടൈം ആണെങ്കിലോ ലേറ്റ് ബൈൻഡിങ് അല്ലെങ്കിൽ ഡൈനാമിക് പോളിമോർഫിസം എന്നും കൂടെ പറയും. അപ്പോൾ ലേറ്റ് ബൈൻഡിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്, റൺ ടൈം പോളിമോർഫിസം എന്നാണ് എഴുതേണ്ടത്. ഇങ്ങനെ 2 ടൈപ്പ് പോളിമോർഫിസം ഉണ്ട്. അതിൽ കമ്പൈൽ ടൈം റൺ ടൈം എന്താണെന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഈ 2 വാക്കുകൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. കമ്പൈൽ ടൈം എന്ന് വെച്ചാൽ എന്താ, പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ കമ്പൈൽ ടൈം എന്ന് പറയുന്നത്. അതായത് എക്സിക്യൂഷൻ്റെ മുൻപ് നടക്കുന്ന കാര്യങ്ങളാണ് കമ്പൈൽ ടൈം. റൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം അല്ലേ, എക്സിക്യൂഷൻ്റെ സമയത്ത് നടക്കുന്നതിനെയാണ് റൺ ടൈം എന്നുള്ളത് പറയാം. അപ്പോൾ അതേ കോൺസെപ്റ്റിൽ തന്നെയാണ് ഇവിടെ കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്താണെന്ന് പറയാം. Compile time polymorphism refers to the ability of the compiler to relate or bind a function call with the function definition during compilation itself. കമ്പൈലേഷൻ സമയത്ത് എന്താണ് കമ്പൈൽ ടൈം പോളിമോർഫിസം? കമ്പൈലേഷൻ സമയത്ത് ഫങ്ഷൻ ഡെഫിനിഷനും ഫങ്ഷൻ കോളും ഒരു സിംഗിൾ യൂണിറ്റായിട്ട് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയാം. ഒരേ കാര്യം തന്നെയാണ്, ഒരു ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും ഒരുമിച്ച് ഒന്നാക്കി ബൈൻഡ് ചെയ്ത് വയ്ക്കുക. അത് കമ്പൈൽ ടൈമിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൽ ടൈം പോളിമോർഫിസം, അത് റൺ ടൈമിൽ നടക്കുകയാണെങ്കിൽ റൺ ടൈം പോളിമോർഫിസം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസം refers to the ability of the compiler to relate or bind a function call with the function definition during compilation itself. കമ്പൈലേഷൻ ടൈമിൽ ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും ബൈൻഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇനി കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും, 2 ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ് ഉണ്ട്, ഓപ്പറേറ്റർ ഓവർലോഡിങ് ഉണ്ട്. എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിങ്? ഇപ്പോൾ നമ്മൾ പോളിമോർഫിസം എന്താ പറഞ്ഞത്, ഒരു സിംഗിൾ കാര്യം തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത് ഫംഗ്ഷൻ ഓവർലോഡിങ് ആകുമ്പോൾ ഒരു ഫംഗ്ഷൻ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു, അതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഓപ്പറേറ്റർ ഓവർലോഡിങ് ആണെങ്കിലോ ഒരു ഓപ്പറേറ്റർ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൽ ഫംഗ്ഷന് സെയിം നെയിം ആയിരിക്കും, പക്ഷെ അത് അതിന് കൊടുക്കുന്ന പല സിഗ്നേച്ചറിനനുസരിച്ചിട്ട് അത് പല രീതിക്ക് അത് ആക്ട് ചെയ്യും. ഫംഗ്ഷൻ്റെ പേര് ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുക, ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഏരിയ കണ്ടുപിടിക്കും അല്ലേ. സർക്കിളിൻ്റെ ആണെങ്കിൽ സർക്കിളിൻ്റെ കണ്ടുപിടിക്കും, റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ കണ്ടുപിടിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ പേര് ഏരിയ എന്ന് വിചാരിക്കാം. നമ്മൾ ഒരു പാരാമീറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു പാരാമീറ്റർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. 2 പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞാലോ അത് റെക്റ്റാങ്കിളിൻ്റെ പാരാമീറ്റർ കണ്ടുപിടിക്കും. അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇല്ലേ. സർക്കിളാണുമ്പോൾ എന്താ, റേഡിയസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഏരിയ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫംഗ്ഷൻ തന്നെ നമ്മൾ എന്താണോ അതിലേക്ക് ഏരിയയിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. അതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഒരു ഫംഗ്ഷൻ വിത്ത് സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് സിഗ്നേച്ചേഴ്സ് ക്യാൻ ആക്ട് ഡിഫറെൻ്റ്ലി അല്ലേ. ഒരേ സെയിം പേരുള്ള ഫംഗ്ഷൻ ആയിരിക്കും, അതിന് കൊടുക്കുന്ന ഡിഫറെൻറ്റ് സിഗ്നേച്ചറിനനുസരിച്ച് അത് ഡിഫറെൻ്റ്ലി അത് ആക്ട് ചെയ്യും.
അതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഇനി ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്തായിരിക്കും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ. ആ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിന് നമ്മൾ 2 വാല്യൂസ് ആണ് കൊടുത്തെങ്കിൽ അതെന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇപ്പോൾ 1ഉം 2ഉം ആണ് ഞാൻ പ്ലസ്സിന് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1ഉം 2ഉം ആഡ് ചെയ്ത് എനിക്ക് 3 എന്ന് തരും അല്ലേ. ഇനി പ്ലസ്, ആ ഒരു പ്ലസ്സിലേക്ക് നമ്മളിപ്പോൾ ഹലോ എന്ന് പറയുന്നൊരു സ്ട്രിങ്ങും വേൾഡ് എന്ന് പറയുന്നൊരു സ്ട്രിങ്ങും ആണ് കൊടുത്തെങ്കിലോ ഹലോ പ്ലസ് വേൾഡ് എന്ന് എഴുതി. അപ്പോൾ എനിക്ക് അത് പ്ലസ് ചെയ്യുമ്പോൾ എന്താ എഴുതുക? ഹലോ വേൾഡ് എന്ന് കൊണ്ടുവരും. അപ്പോൾ എന്താ, ആ പ്ലസ് 2 കാര്യങ്ങൾ അവിടെ ചെയ്തു. അഡീഷനും ചെയ്തു, 2 സ്ട്രിങ്ങുകളെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. അപ്പോൾ ഒരു സെയിം ഒരു ഓപ്പറേറ്റർ ആയിരിക്കും, അതിന് കൊടുക്കുന്ന ഡിഫറെൻറ്റ് സിഗ്നേച്ചറിനനുസരിച്ച് അത് ഡിഫറെൻ്റ്ലി അത് ആക്ട് ചെയ്യും. അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗിവിങ് ന്യൂ മീനിങ് ടു ആൻ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് C++ ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് സിഗ്നേച്ചേഴ്സിനനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നു. അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. എക്സാമ്പിളായിട്ട് താഴെ അവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ താഴെ എക്സാമ്പിളായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം. ഇനി എന്താണ് റൺ ടൈം പോളിമോർഫിസം? റൺ ടൈമിൽ ജസ്റ്റ് അത് എന്താണെന്നേ പഠിക്കാനുള്ളൂ. അപ്പോൾ റൺ ടൈം പോളിമോർഫിസം പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കമ്പൈൽ ടൈം പഠിച്ച പോലെ തന്നെ ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും എക്സിക്യൂഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ റൺ ടൈം സമയത്ത് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. റൺ ടൈം പോളിമോർഫിസം refers to the binding of a function definition with the function call during run time. അതിൻ്റെ പോയിൻറ്റേഴ്സും ഇൻഹെറിറ്റൻസും ഒക്കെ റൺ ടൈം പോളിമോർഫിസത്തിന് ആ ഒരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കഴിഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്, പക്ഷേ essay ആയിട്ടും വൺ വേർഡൊക്കെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്നത് പോപ്പും ഊപ്പും തമ്മിലുള്ള ഡിഫറൻസ് അതെന്തായാലും പഠിക്കണം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും അതിൻ്റെ കോൺസെപ്റ്റ്സും. അത് ഫുള്ളി പഠിക്കുക. അതിലെല്ലാം അത് നല്ല രീതിക്ക് പഠിക്കുക. ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണ്, ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്താണ്. ഡാറ്റ എൻക്യാപ്സുലേഷൻ പഠിക്കുമ്പോൾ പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് പഠിക്കാൻ വിട്ടുപോകരുത്. പിന്നെ എന്തായിരുന്നു? മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ് പഠിക്കുക. ഇൻഹെറിറ്റൻസിൽ ആ സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ, ഹൈബ്രിഡ്, ഹൈറാർക്കിയിലൊക്കെ ഇല്ലേ, അത് ഡയഗ്രാംസ് വിത്ത് പഠിക്കാം. അതും കൂടെ നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പോളിമോർഫിസം. പോളിമോർഫിസം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. എന്താണ് പോളിമോർഫിസം, എത്ര ടൈപ്പ് ഉണ്ട്, എന്താണ് കമ്പൈൽ ടൈം, കമ്പൈൽ ടൈമിൽ എന്തൊക്കെ വരുന്നു, എന്താണ് റൺ ടൈം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം.